കാര്യങ്ങൾ പറയാൻ പറ്റാതായി പോകും. എനിക്ക് തോന്നുന്നത് മറ്റ് ഇവിടെ ഇരിക്കുന്ന ആർക്കും പറയുന്നതിനേക്കാൾ ഒരുപക്ഷെ പാലക്കാട്ടുകാരായ പലരും ഇവിടെ വേദിയിൽ അവാർഡ് മേടിച്ചവരെക്കാൾ കൂടുതൽ ഒരുപക്ഷെ പാലക്കാടിനെ അടുത്തറിയുന്ന ആളാണ്. കുട്ടിക്കാലം തൊട്ട് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സമയം ഞാൻ ചെലവഴിച്ചിട്ടുള്ളത് ഈ പാലക്കാടിന്റെ മണ്ണിലാണ്. പാലക്കാടിന്റെ കോട്ട മൈതാനവും ഇവിടുത്തെ ടൗൺ ഹാളും വൈകുന്നേരങ്ങളിൽ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ വഴിയുള്ള ദൂരയാത്രയും രാത്രി 8 മണിക്ക് ലൈറ്റ് അണയ്ക്കുന്നതോളം മലമ്പുഴ ഉദ്യാനത്തിലെ ചുറ്റിക്കടക്കവും ഒരുപാട് ഓർമ്മകൾ. എനിക്ക് തോന്നുന്നു വടക്കൻ മേഖലയ്ക്ക് കുട്ടിക്കാലത്ത് കൈയുയർത്തി ആനയോടൊപ്പം നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ തുടങ്ങിയതാവാം എൻ്റെ ആനക്കമ്പവും ചെണ്ടക്കമ്പവും എല്ലാം. ഒരു യഥാർത്ഥ മലയാളിയായി മുണ്ടെടുത്തു നിന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ കഴിയുന്ന ഒരുപക്ഷെ പാലക്കാട്ടുകാരനായ ഹലോ പാലക്കാട് അല്ലെങ്കിൽ ഹൈ പാലക്കാട് എന്ന് പറയാതെ നമസ്കാരം എന്ന് പറയാൻ പഠിപ്പിച്ചത് ഒരുപക്ഷെ പാലക്കാടിന്റെ ഭാഷയാണ്. മിമിക്രി എന്ന കലയുമായി ഒരുപാട് ചുറ്റിക്കറങ്ങിയിരുന്ന കാലത്ത് യേശുദാസ് എന്ന മകൻ വ്യക്തിയെ പരിചയപ്പെടുന്നത് ഈ പാലക്കാട് വെച്ചാണ്. അതും എൻ്റെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ 15 വർഷമായി എനിക്ക് ഒരുപാട് നല്ല വേഷങ്ങൾ തന്നിട്ടുള്ള ശ്രീ സത്യനന്ദിക്കാടിനെ പല കഥാപാത്രങ്ങളും ചെയ്യാൻ അവസരമുണ്ടായത് പാലക്കാടിന്റെ മണ്ണിലാണ്. എന്തായാലും ഈ 25 വർഷക്കാലം നിങ്ങൾ എനിക്ക് നൽകിയ സ്നേഹം, എൻ്റെ കുടുംബത്തോട് കാണിച്ച സ്നേഹം എല്ലാം ഒരിക്കൽ ഈ മനസ്സിൽ നിന്നും മായുകയില്ല. എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. എന്നെ ക്ഷണിച്ചു വരുത്തിയ ഏഷ്യാനെറ്റ് കുടുംബത്തിൽ ഓരോരുത്തരോടും നന്ദി പറയുന്നു. കാരണം മിനി സ്ക്രീനിൽ അല്ലെങ്കിൽ ഇന്നിവിടെ അനൗൺസ് ചെയ്ത പല പുരസ്കാരങ്ങളും ഏഷ്യാനെറ്റിൽ നിന്നും മേടിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. മികച്ച നടൻ, മികച്ച സ്വഭാവ നടൻ, ബെസ്റ്റ് സ്റ്റാർ പ്ലെയർ, പോപ്പുലർ ആക്ടർ, സപ്പോർട്ടിംഗ് ആക്ടർ എന്ന് വേണ്ട ഇവിടെ അനൗൺസ് ചെയ്ത എല്ലാം കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ഏഷ്യാനെറ്റിൽ ഓരോ വർഷവും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരിക്കൽ കൂടി ഇതിൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാ കലാകാരന്മാരോടും, കലാകാരന് ചെറിയ സ്ത്രീകളെന്നോ വലിയ സ്ത്രീകളെന്നോ ഇല്ല, എല്ലാ കലാകാരന്മാരെയും ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. ഒരിക്കൽ കൂടി എന്നെ ക്ഷണിച്ചു വരുത്തിയ ഏഷ്യാനെറ്റിന്റെ എല്ലാ പ്രവർത്തകരോടുമുള്ള നന്ദി കടപ്പാട് രേഖപ്പെടുത്തുന്നു. താങ്ക് യു വൺസ് അഗൈൻ. ഏറ്റവും മികച്ച സീരിയൽ അതേതാണ്?